കെഎസ്ആർടിസിയുടെ പുത്തൻ ആഡംബര ബിസിനസ് ക്ലാസ് ബസ് നിരത്തിലിറങ്ങി. വിമാനത്തിലെ ബിസിനസ് ക്ലാസിന് സമാനമായിട്ടുള്ള യാത്രാ സൗകര്യമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ശുചിമുറിയും ഇൻഫോർടൈൻമെന്റ് സംവിധാനവും ഇന്റർനെറ്റുമെല്ലാം പ്രധാന ആകർഷണമാണ്. അത്യാധുനിക സംവിധാനമുള്ള കെഎസ്ആർടിസിയുടെ ബിസിനസ് ക്ലാസ് ബസ്സാണിത്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. എമർജൻസി സംവിധാനം, ഫയർ എക്സ്റ്റിംഗ്വിഷറൊക്കെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയുണ്ട്. സീറ്റുകൾക്കെല്ലാം തന്നെ വലിയ തരത്തിലുള്ള പ്രത്യേകതകൾ. വോൾവോയുടെ ബസ്സാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സുരക്ഷയുടെ കാര്യമൊക്കെ എടുത്തു പറയേണ്ടതാണ്. എല്ലാ സീറ്റിനും സീറ്റ് ബെൽറ്റ് ഉണ്ട്, ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. സിനിമ കാണാനും പാട്ട് കേൾക്കാനും ഒക്കെ ഉതകുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ സീറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണെന്നിരിക്കട്ടെ, ഏതെങ്കിലും തരത്തിൽ ഈ ബസ് ഹോസ്റ്റിനെ വിളിക്കണമെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. നമ്മൾ സാധാരണ ഫ്ലൈറ്റിൽ കാണുന്നത് പോലെ ഈ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ അവരുടെ സേവനം ലഭിക്കും. അവരിവിടെ വന്ന് നമ്മുടെ കാര്യങ്ങൾ തിരക്കും. അങ്ങനെയാണത് സജ്ജീകരിച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് കെഎസ്ആർടിസി ബസ്സിൽ ഒരു ശുചിമുറി. ഈ കാണുന്നതാണ് ബസ്സിനകത്തെ ശുചിമുറി. അത്യാവശ്യം ദീർഘദൂര യാത്രയൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പ്രത്യേകമായി വാഷ് ബേസിനുണ്ട്, ടോയ്ലറ്റ് സംവിധാനമുണ്ട്. ഇത് ബയോ ടോയ്ലറ്റാണ്. കയറി കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് വരും. എയർപോർട്ട് ഫ്ലൈറ്റിലത്തെ സെയിം ബയോ ടോയ്ലറ്റ്. നല്ല മനോഹരമായ സീറ്റുകളാണ്. ഇങ്ങനെ പുഷ് ബാക്ക് സീറ്റാണ്, ചാരിക്കിടക്കാം. കാലിന് പ്രത്യേകമായ ഒരു സപ്പോർട്ട് ഉണ്ടാകും. അത് വേണമെങ്കിൽ നമുക്ക് ഏത് രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാം, മാറ്റാം. അങ്ങനെയുള്ള സംവിധാനമുണ്ട്. കാലൊക്കെ നീട്ടി വെച്ച് വിശാലമായി ഇരിക്കാം. ഇപ്പോൾ ഏതായാലും ആദ്യഘട്ടത്തിൽ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് ഈ സർവീസ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത്. ഇനി വീണ്ടും കൂടുതൽ ബസ്സുകൾ വരും. അപ്പോൾ സർവീസുകൾ വ്യാപകമാക്കും. ഒപ്പം തന്നെ വലിയ വിശാലമായ ഗ്ലാസ്സാണ്. കാഴ്ചകളൊക്കെ കാണാം. വെയിലുണ്ടെങ്കിൽ പ്രത്യേകമായി കർട്ടനൊക്കെ ഇട്ട് മറയ്ക്കാം. സാധാരണ വിമാനത്തിലൊക്കെ ഉള്ളതുപോലെ ചെറിയ ഫ്രിഡ്ജുണ്ട്. ആഹാരം വയ്ക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമെല്ലാം തന്നെ ഉണ്ട്. അതെല്ലാമാണ് ഈ അവസാന ഭാഗത്ത് കാണുന്നത്. ഒപ്പം തന്നെ സുരക്ഷയ്ക്ക് വേണ്ടി എമർജൻസി എക്സിറ്റ്. വിമാനത്തിൽ നമുക്ക് സാധാരണ ഇങ്ങനെ ഓർഡർ ചെയ്താൽ ഫുഡ് ലഭിക്കുന്ന പോലെ ഇവിടെ ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ബസ് ഹോസ്റ്റസ് ആദ്യമായിട്ടാണ് കെഎസ്ആർടിസി അത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. അവർ ഇവിടെ എത്തും. എന്താ ഭക്ഷണം വേണ്ടതെന്ന് ചോദിക്കും, അതിവിടെ ലഭ്യമാക്കും. കൈ കഴുകാനുള്ള സംവിധാനമെല്ലാം തന്നെ ബസ്സിലുണ്ട്. മിനിസ്റ്ററെ, ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഓടിച്ചിട്ട് കൊള്ളാം. നല്ല വണ്ടി സ്മൂത്താണ്. പിന്നെ നല്ല സ്പീഡ്, നല്ല വേഗത്തിൽ മാനുവൽ ഗിയർ ആണ്. അതുകൊണ്ട് ഡ്രൈവർക്ക് വളരെ സ്പീഡിൽ പോകാൻ പറ്റും. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മളൊരു ബസ്സാണെന്ന് തോന്നില്ല. ഒരു പ്ലെയിനകത്ത് കൊടുക്കുന്ന എല്ലാ സൗകര്യങ്ങളും. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സൗകര്യം വരുന്നത്. എല്ലാ സീറ്റിലും TV എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ബസ്സാണ് നിരത്തിലേക്ക്, നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങുന്നത്. MR അനൂപിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.